അവതരിപ്പിച്ചത്. ആറ്റിങ്ങൽ നഗരത്തിലെ സമഗ്രമായ വികസനത്തിനുതകുന്ന ഒട്ടേറെ പദ്ധതികളാണ് ഈ ബഡ്ജറ്റിലൂടെ മുന്നോട്ട് വച്ചിട്ടുള്ളത്. ആറ്റിങ്ങൽ നഗരം എന്ന് പറയുന്നത് കാർഷിക മേഖലയിൽ സമ്പദ് സമൃദ്ധമായ ഒരു നഗരമായിരുന്നു. ഇപ്പോൾ ആ സംസ്കൃതി തിരിച്ചടിക്കുന്നതിനുള്ള പദ്ധതികൾ നമുക്ക് ഈ ബഡ്ജറ്റിലൂടെ കൊണ്ടുവരികയാണ്. പഴയ കാർഷിക സമൃദ്ധിയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അതിന് ഉത്തേജകമായ ഒരുപാട് പദ്ധതികൾ ഈ ബഡ്ജറ്റിലുണ്ട്. അതുപോലെ വികസനവും ക്ഷേമവും സേവനവും ഒക്കെ സമഞ്ജസിപ്പിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ഇപ്പോൾ ക്ഷേമ പ്രവർത്തനങ്ങളിലെല്ലാം നാം മുന്നിലാണ്. എല്ലാ ജനങ്ങളെയും നാം ഈ ബഡ്ജറ്റ് അവതരിക്കുമ്പോൾ മുന്നിൽ കാണുകയാണ്. അവർക്ക് എന്താണ് ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഈ ബഡ്ജറ്റിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിഭവങ്ങൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മനുഷ്യ അധ്വാനം അതിലൂടെ കരിപ്പിടിപ്പിച്ചുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഇതിൽ നടപ്പാക്കാൻ കഴിയാത്ത ഒന്നും നമ്മൾ ആരംഭിച്ചില്ല. ഇപ്പം തന്നെ വാമനൂർ നദിയുടെ തീരം എന്ന് പറയുന്നത് കാട് പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് വികസന പ്രവർത്തനം ഒന്നും തന്നെ എത്തുന്നുമില്ല. അവിടുത്തെ ഭൂമുടമകളുമായി ബന്ധപ്പെട്ട് അവരുടെ സഹായത്തോടുകൂടി നമുക്ക് നഗരസഭയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒട്ടേറെ പദ്ധതികളുണ്ട്. ആ പദ്ധതിയിലൂടെയായ നഗരത്തിൻ്റെ പൊതുവായ ഒരു വികസനം നമുക്ക് ദർശിക്കാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ ഉള്ള പദ്ധതികളാണ് കാർഷിക മേഖലയിൽ. അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്ന വയോജന സൗഹൃദമായ ഒരു ബഡ്ജറ്റാണ്. ഇന്ന് വയോജനങ്ങൾ അവഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം. അതിന് എതിരായിട്ടുള്ള പദ്ധതികൾ, അതായത് അവരെ സംരക്ഷിക്കാനും അവർക്ക് ഒരു സുരക്ഷിതമാണ് അവരുടെ ജീവിതം എന്ന് ബോധ്യപ്പെടുത്തക്ക രീതിയിലുള്ള പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട്. അതുപോലെ ഏറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് നമ്മുടെ വനിതാ വികസനത്തിന്. അത് എന്ന് പറയുന്നത് നമ്മുടെ നഗരസഭയും നഗരസഭാ കോളനിയും അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന 1 ഏക്കറിലുള്ള സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നമ്മൾ പരമാവധി ഉപയോഗപ്പെട്ട ഒരു പുതുനില കെട്ടിടം ഭാവിയിൽ ഒരു സ്ത്രീ ശാക്തീകരണ കേന്ദ്രത്തിൻ്റെ മാതൃകയായി കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും നമ്മുടെ നഗരസഭയിൽ ഇങ്ങനെ ഒരു സ്ത്രീകൾക്ക് പ്രത്യേകമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു കെട്ടിട സമുച്ചയം വരും. അവർക്ക് എല്ലാ കളിക്കളങ്ങൾ, അതുപോലെ തന്നെ നീന്തൽ കുളം ഉൾപ്പെടെ നീന്തൽ പരിശീലനത്തിലുള്ള കുളം ഉൾപ്പെടെയുള്ള സംവിധാനമാണ് നമ്മൾ ഭാവന ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു വികസനം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ നഗരസഭയുടെ നമ്മുടെ പരിമിതി സ്ഥല സൗകര്യത്തിന് പരിമിതിയാണ്. ഇത് കുറേ ഇപ്പോൾ കുടുംബശ്രീക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കോൺഫറൻസ് കാണാനുള്ള സൗകര്യങ്ങൾ ബാക്കിയെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പിന്നെ സ്മാർട്ട് വന്നതോടുകൂടി നമ്മൾ ഡിജിറ്റൽ നഗരസഭയാണ്. ജനങ്ങൾക്ക് നേരിട്ട് ഇപ്പോൾ തന്നെ സിറ്റിസൺ ലോഗോയിൽ വിരൽ വാർത്തിയാൽ മതി നമ്മുടെ ഏത് സർട്ടിഫിക്കറ്റുകളും നമ്മുടെ വിവരങ്ങൾ നഗരസഭയിൽ കിട്ടാം. ഇവിടെ വരേണ്ട യാതൊരു കാര്യമില്ല. പക്ഷേ ഈ സാധാരണക്കാർക്ക് ഇന്ന് ആ നിലവാരത്തിലേക്ക് എത്താൻ കഴിയാത്ത വ്യക്തികൾ അവർക്കാണ് ഈ സാക്ഷരത കൊടുക്കുകയും അതോടൊപ്പം വാർഡ് കേന്ദ്രം, നമ്മുടെ എല്ലാ വാർഡ് കേന്ദ്രങ്ങളിലും ഒരു കമ്പ്യൂട്ടറും ഒരു ജീവനക്കാരിയും ഉണ്ടെങ്കിൽ ആ വാർഡ് കേന്ദ്രങ്ങളിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ നഗരസഭയിലെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാം. അപ്പോൾ അത്തരത്തിൽ സ്മാർട്ടാവുകയാണ് നമ്മുടെ നഗരസഭ. പിന്നെ ഇതെല്ലാം വരുമ്പോൾ സുതാര്യമാവുകയാണ്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയുന്ന സൗകര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുതാര്യമാകുമ്പോൾ കാര്യക്ഷമമാവും. മാത്രമല്ല അഴിമതി ഉണ്ടാവില്ല. അങ്ങനെ അഴിമതിരഹിതമായ ഒരു നഗരസഭയിലേക്ക് നമുക്ക് കാൽവെപ്പ് നടത്താൻ കഴിയും ഈ പദ്ധതി. അതുപോലെ നമ്മളിപ്പോൾ നമുക്ക് കിട്ടിയ ഫണ്ടുകളെല്ലാം നമ്മൾ വിനിയോഗിച്ച് എല്ലാം ഉദ്ഘാടന ഘട്ടത്തിലാണ്. അപ്പോൾ അത് കാര്യക്ഷമമാക്കി നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ഇത് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന, അതായത് ദിശാബോധമുള്ള ആറ്റിങ്ങൽ നഗരത്തിൻ്റെ സമഗ്ര വികസനത്തിലൊതുങ്ങുന്ന ഒരു ബഡ്ജറ്റാണ് എന്ന് പറയുന്നത്. ബീക്കൺ ന്യൂസ് ആറ്റിങ്ങൽ.